വീഡിയോ ഇടും കേട്ടോ. വേണ്ട. പൂ വാങ്ങുന്നു കൊടുക്കുന്നു റിപ്പീറ്റ്, പൂ വാങ്ങുന്നു കൊടുക്കുന്നു റിപ്പീറ്റ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. റോസപ്പൂ വേണോ? ആദ്യം തന്നെ റോസ് കൊടുത്തു. പുള്ളിക്കാരി മാരീഡാണ്. അയ്യോ എൻ്റെ ഒരു റോസാപ്പൂ പോയേ, എന്ത് ചെയ്യും? ഇല്ല, മോശമായിട്ടൊന്നും ഇല്ലല്ലോ. ഒരു കണ്ടന്റ് അല്ലേ മിസ്സാകുന്നത്? വേണ്ട, സീരിയസ്ലി. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് ഫണ്ട് ഇറക്കണം, ഫണ്ട് ഇറക്കി കളിക്കണം. സാരിയെ കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര അട്രാക്ഷൻ. കൊടുത്തു നോക്കിയാലോ? അല്ല, ഇത് എയർ കയറില്ല. സത്യമായിട്ടും നല്ല കമൻറ്റ് മാത്രമേ വരുള്ളൂ. ഇവളെ കൊണ്ട് തന്നെ പൂ മേടിച്ചിട്ട് അവൾക്ക് തന്നെ കൊടുക്കേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് നമ്മുടെ ATM, മണി ബാങ്ക്. ഗൂഗിൾ പേ ചെയ്യാതെ അവിടെ സ്കാനർ പോവാം. നിനക്ക് പോകണ്ടേ? 3 ദൈവന്. ചിച്ചു നീ ഇതറിയണം. ഇല്ലേ ചിച്ചു ഗൂഗിൾ പേ ചെയ്തിട്ട് തന്നാലും മതി. റോസാപ്പൂവിന് എന്തൊരു വിലയാണ് ഗൈസ്. ഇതിനാണ് ഗൈസ് റോസാപ്പൂ ഒക്കെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് നിനക്കുള്ളത്. ഇനി ഞാൻ ബാക്കി പെമ്പിള്ളേർക്ക് കൊടുക്കാൻ പോവുകയാണ് ഇന്ന് റോസ്. എനിക്ക് നല്ല പേടിയുണ്ട്. പറ്റുമോ? നല്ല പേടിയുണ്ട് കേട്ടോ. അടി കിട്ടുമോന്ന് വരട്ടെ വിട്ട്. അടിയോ എന്തുവാണ് അങ്ങനെ പറയുന്നത്? ഞാൻ കൊടുക്കും. എനിക്ക് നല്ല പേടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പേടി മാറിയില്ല. ഇതാണ് എൻ്റെ കണ്ടന്റ്. പോട്ടെ. ഇത് വേണ്ടേ? എടാ അടി കിട്ടുമോ? അടി കിട്ടാവുന്ന. ഓക്കെ ബൈ. പോയിട്ട് വരാം. നീ ഓഫീസിൽ പോയിട്ടോ? ഓക്കെ ഓക്കെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുവാണ്. ഇന്നേതാ ദിവസം എന്നറിയാലോ? വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മുടെ കലാപരിപാടികൾ രാവിലെ തുടങ്ങുവാണ്. ഇതേ റോസാപ്പൂവൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതേ സെറ്റാണ്. ഇന്ന് ഒരു റോസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് തീരുമ്പോൾ മേടിക്കാം. എല്ലാവരും റെഡൊക്കെ ഇട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ആർക്കെങ്കിലും കൊടുക്കണം. അവിടെ ഒരു കുട്ടി ഇരിപ്പുണ്ട്. പക്ഷെ അവൾ റോസ് മേടിക്കാൻ വന്നതാണ്. സോ കമ്മിറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ റോസ് മേടിക്കുമ്പോൾ അവൾ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അത് വേണ്ട, വിട്ടേക്കാം. നമുക്ക് വേറെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗായ്സ്, റോസാപ്പൂ മേടിക്കാൻ പോകുന്ന വരെ റോട്ടിൽ നിറച്ചും പെൺപിള്ളേരായിരുന്നു. ഇപ്പോൾ ഒരാളെ ഇപ്പോൾ ഉള്ളതാണേലും മൊത്തം ബൈക്കിലും കപ്പിൾസിൻ്റെ കൂടെയൊക്കെ പോകുന്ന. ഇപ്പോൾ എന്ത് ചെയ്യും? വേണ്ട, അടി കിട്ടുമോ? ഒരാളെ കണ്ടുപിടിക്കണമല്ലോ ഗൈസ്. എനിക്ക് കൂടി കൊടുക്കണം എന്ന് തോന്നണ്ടേ? നമ്മുടെ മനസ്സിൽ ഒരാളെ കാണുമ്പോൾ ഇതുണ്ടാവുമല്ലോ. എങ്ങനെ ഓക്കെയാണ്, അടി കിട്ടില്ല, ഇതുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പെട്രോൾ തീരും തോന്നുന്നു. അവർക്ക് കൊടുക്കും. വേണ്ട, ക്യാൻസൽ. പോയി നോക്കാം നമുക്ക്. അവിടെ സാരി ഇട്ടൊരു കൊച്ച് കൊള്ളാം. സാരിയെ കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര അട്രാക്ഷൻ. കൊടുത്തു നോക്കിയാലോ? ഇവരൊരു 4 പേരുണ്ട്. എന്താവുമെന്നറിയില്ലല്ലോ. കൊടുത്തേക്കാം അല്ലേ? പിന്നെ സാരിയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. കമ്മിറ്റഡ് ആയിരിക്കും. പോയോ? ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. പോയോ? എന്ത് കഷ്ടമാണ്. എവിടെ ഇത് മാഞ്ഞു പോയോ? വല്ല യൂബറും വന്ന് വിക്ക് ചെയ്തു പോയോ ആവശ്യത്തിന്? എന്തൊരു കഷ്ടമാണ് ഗൈസ്. കണ്ടപ്പോഴേ നിർത്തിയാൽ മതിയായിരുന്നു. തോട്ടക്കം തന്നെ. സാരമില്ല, പോട്ടെ. ഒന്നുകൂടി കണ്ടിരിക്കാം. അവരോട് ചോദിച്ചാലും തിരക്കാണോ? കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ചോദിച്ചു നോക്കിയാലോ? കൊള്ളാല്ലേ? നിർത്തുമോ?
അല്ല ചോദിക്കാതിരിക്കും, നമ്മളങ്ങ് റോസാപ്പൂ അങ്ങ് കൊടുക്കുക അല്ലേ? ചോദിച്ചു നോക്കിയാലോ. മുട്ടി നോക്കിയാലോ. ഹലോ ഹലോ, ഒരു മിനിറ്റ്, തിരക്കാണോ? ഒരു കാര്യം ചെയ്യാം. തിരക്കാണോ? ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, ഒരു ഗിഫ്റ്റ് തന്നോട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാവോ? വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ ഒരു ഗിഫ്റ്റ് തന്നോട്ടെ. കുഴപ്പമുണ്ടോ? എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. കുഴപ്പമുണ്ടോ ഇടുന്നതിന്? വേണ്ട, കുഴപ്പമില്ല, ഇടില്ല. അല്ല അത് വെച്ചാൽ കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല, ഇടില്ല, അത് കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ചോദിച്ച് വീഡിയോ എടുക്കുന്നില്ല. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇടുന്നുള്ളൂ. ഇല്ല ഇടില്ല, ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ, കുഴപ്പമില്ല, അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ, അത് കുഴപ്പമില്ല, പോസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ശരി, അത് വെച്ചോ, കുഴപ്പമില്ല. ഇടില്ല. ഓക്കെ, താങ്ക് യു ഗൈസ്. അയ്യോ, എൻ്റെ ഒരു റോസാപ്പൂ പോയേ, എന്ത് ചെയ്യും? Fuck. Oh my god. ദൈവമേ, ഇനി ഞാൻ അടുത്ത റോസാപ്പൂവിനുള്ള ഫണ്ട് ഉണ്ടാക്കണം. ആദ്യം തന്നെ ഊമ്പലാണല്ലോ. ആദ്യം തന്നെ റോസ് കൊടുത്തു. പുള്ളിക്കാരി മാരീഡാണ്. ഞാൻ പിന്നെ ആരുടെ വീഡിയോ എടുത്താലും അവരോട് ചോദിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമുണ്ടെന്ന്. അവരൊക്കെ അല്ലെങ്കിൽ നമ്മളും പോസ്റ്റ് ചെയ്യില്ല, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. സോ പുള്ളിക്കാരി മാരിയുടെ ഹസ്ബൻഡ് കണ്ടാൽ ചിലപ്പോൾ വിഷയമാവും. സോ വീഡിയോ പോസ്റ്റ് ചെയ്യലെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഞാനൊരു വോയിസ് ഓവറാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആദ്യത്തെ റോസ് പോയി. ഓ മൈ ഗോഡ്. ഞാൻ സ്കൂട്ടറിലൊക്കെ പോകുന്ന കണ്ടപ്പോൾ അങ്ങനെ ബാക്ക് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടിയായിരിക്കും. പക്ഷേ മാരീഡാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഇനി എവിടെ പോയി പൂ വാങ്ങണമെന്ന് എനിക്കറിയാത്ത. എവിടെയാണ് റോസാപ്പൂ ഉള്ളത്? തിരിച്ചങ്ങോട്ട് ഇതിപ്പോൾ റോസാപ്പൂ മേടിക്കാനായി പോയി പെട്രോൾ വരുമല്ലോ. സാരമില്ല, തോൽവിയിൽ നിന്നല്ലേ നമ്മൾ എല്ലാവരുടെയും തുടക്കം. തോറ്റ് പഠിക്കുക, അപ്പോൾ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. മനസ്സിലായല്ലോ? ചീത്ത സമയത്തിന് ശേഷം നല്ല സമയവും ഷടോ. റോസാപ്പൂ ഇല്ലാതെ പോയല്ലോ, ഞാൻ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കും. ഇനിയിപ്പോൾ റോസാപ്പൂ വാങ്ങിയിട്ട് തന്നെ പറ്റും. പൂ വാങ്ങുന്നു കൊടുക്കുന്നു റിപ്പീറ്റ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ എന്നാലും ഒരു കാര്യം നോക്കണേ, എന്താ അവസ്ഥയാണ്. പിന്നെ മാരീടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്തിനാണ് ആ വീഡിയോ ഒക്കെ ഇട്ട് അവരുടെ കുടുംബം തകർക്കുന്നത്? സോ എപ്പോഴേലും കണ്ട് ചിരിക്കാനായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ചേട്ടാ ഒരു 3 പൂ തരോ? ഓക്കെ, ചേടോ ഇതിപ്പോൾ പൂ വെക്കാൻ സ്ഥലമില്ല. ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ചധികം മേടിച്ചുകൊണ്ട് പോകാമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് ഫണ്ടിറക്കി കളിക്കണം. ഇലയില്ലേ? ഇലയില്ല ചേട്ടാ. ഒരിലയുള്ള വരുമോ? ഇത്രയും കൂടെയൊക്കെ വേണം. മൈ ഗോഡ്, ആ മൂടങ്ങ് പോയി. നോക്കട്ടെ.
ആൾക്കാർ വരും. എവിടെ പോവാൻ? കൊച്ചിയിലെ പെൺപിള്ളേരുടെ ഇല്ലാത്തൊന്നല്ലല്ലോ. ഇതെവിടെ വെച്ച് കൊണ്ടുപോകും, അതാണ് ടാസ്ക്. ഈ വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇതിനേക്കാളും വലിയ ടാസ്ക് ഈ വണ്ടി ഓടിക്കുന്നതാണ്. ഓ ഗൈസ്, ഇപ്പോട്ട് വരാം. ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കട്ടെ. ഗൈസ് 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 അവിടെ ബസ് സ്റ്റോപ്പിൽ 3 കുട്ടികൾ ഇരിപ്പുണ്ട്. അവരെ ഒന്ന് മുട്ടി നോക്കാം. പോയി കാണുമോ? ഇല്ല 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 ഇല്ല. ഇതേ അവിടെ ഇരിക്കുന്നു. ഒന്ന് തട്ടി നോക്കാം. ഇനി ഭാരത് മാതാ കോളേജിൽ നിന്ന് അടി കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഏയ്, കോളേജിൽ അയ്യോ, ഇതിപ്പോൾ എത്ര പെൺപിള്ളേരുണ്ട്. ഓ, ഇത് ടീച്ചർമാരാണോ? ഇനി അത് വിട്ടേക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. എല്ലാവർക്കും കൂടി പൂ കൊടുക്കാൻ ഞാനാരാ? അയ്യോ, പോലീസ്. അമ്മേ, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ പേടിച്ച് പോകണം? നമ്മളെന്തിനാണ് പിന്മാറണം? നേരിട്ടങ്ങ് പോയി ചോദിക്കുക, അത്ര തന്നെ. വരുന്നിടത്ത് വെച്ച് ഉണ്ണിക്കണ്ണം പറയുന്ന പോലെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങണം, അത്ര തന്നെ. ഇപ്പം മിക്കവാറും എല്ലാവരും ബസ് കയറി പോയി കാണും. അതായിരിക്കും കോമഡി. എനിക്ക് സംഭവിക്കുന്നതാണല്ലോ. ഉണ്ട്. ഓ അയ്യോ, ഇതിപ്പോൾ 10-100 പേരുണ്ടല്ലോ. ഇത് ആർക്കെങ്കിലും എങ്ങനെ കൊടുക്കും? ഇതൊന്നും ബസ് സ്റ്റോപ്പാണോ? ഇടിച്ച് കൊല്ലുമോ? അയ്യോ, ബസ് സ്റ്റോപ്പായിരുന്നു. അതെ, ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ട് പോയതാ. പിന്നെ നമുക്കിങ്ങനെ അറിഞ്ഞൊരു പൂക്കാലം തരുമ്പോൾ നമ്മൾ എന്തായാലും ഇത് നേടണ്ടേ? ഇതിപ്പോൾ എന്ത് ചെയ്യാനാ? അങ്ങ് കയറി ചോദിച്ചേക്കാം. ഒരു മിനിറ്റ് ഒന്ന് വരൂ. ഇല്ല, ഒരു കാര്യം പറയാനാ. ആരെങ്കിലും ഒരാളോ? എന്നാൽ നിങ്ങൾ 2 പേരുമോ? ഒരു കാര്യം ചോദിക്കാനാ. നിങ്ങൾ വാ ഇങ്ങോട്ട്. കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. ഇല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഒരു കാര്യം ചോദിക്കാനോ? ഇല്ല, അങ്ങോട്ട് വരട്ടെ. ഇത് ഇവിടെ വന്നാൽ മതി. ഇത് ഞാൻ വിളിച്ചു പറയണ്ടേ? ഇങ്ങോട്ട് വന്നോ, കുഴപ്പമില്ല. അല്ല, ഇല്ല, ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. ഇല്ല, നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. അത് കുഴപ്പമില്ല, ഇവിടെ വന്നു. ഇല്ല, ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? ആണല്ലോ. സിംഗിളാണ് കമ്മിറ്റഡ് ആണ്? അല്ല, ഇവിടേക്ക്. ഇവിടേക്ക്. അവിടെ ഒന്നോ കുഴപ്പമില്ല. പേരെന്തായിരുന്നു? സിംഗിളാണോ? ആണോ? ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? അല്ല, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോന്ന്? ഒരു ഫ്രണ്ടും ഇല്ലേ? ആരെങ്കിലും വിളിച്ച് പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ? അതെന്താ? ഡെയർ ഇഷ്ടമല്ല. എന്നാൽ പിന്നെ ഞാനൊരു പൂ വന്നോട്ടെ? അതും വേണ്ട, കുഴപ്പമില്ലാന്നേ. ഇത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ. ഓക്കെ. അല്ല, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നോക്കണേ, കയറി നോക്കണേ. വീഡിയോ വരും. ഇതിലൊന്നും ഇല്ലല്ലോ. പേര് പറഞ്ഞാൽ മറന്നുപോയി. അനു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇതാ, ടൈപ്പ് ചെയ്ത് നോക്ക്. സബ്സ്ക്രൈബ് ചെയ്യും. പോവാന്നല്ലേ? സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഇങ്ങോട്ട് വന്നാൽ തരാം. എന്തോ? വീഡിയോ ഇടും കേട്ടോ.
വേണ്ട, അത് കുഴപ്പമില്ല, അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ ഇതിൽ. ഇങ്ങോട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് തരാം. എന്നാൽ യൂട്യൂബിലിട്ടാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പറയരുത്, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അതിന് മാത്രം ഒന്നുമില്ല. ഇത് ഇൻസ്റ്റയാ, യൂട്യൂബ് ഇവിടെ ഉണ്ട്. ഒന്ന് പറഞ്ഞേ. എന്തായാലും എയറിലാവൂല, വൈറലാവും. അതിനും മാത്രം ഒന്നുമില്ല. ഇത് ഇങ്ങോട്ട് വന്നേ. അല്ല, അവളോടൊന്ന് പറഞ്ഞ് കാര്യം മനസ്സിലാക്കുക. ഇതിൽ ഒന്നുമില്ല, മോശമായിട്ടൊന്നും ഇല്ലല്ലോ. ഒരു കണ്ടന്റ് അല്ലേ മിസ്സാവുന്നത്. വേണ്ട, സീരിയസ്ലി. ഇത് അല്ല ഇത് എയർ കയറൂല, സത്യമായിട്ടും. നല്ല കമന്റ് മാത്രമേ വരുള്ളൂ. ആ, എന്തിനാ അതിനിത് പ്രാങ്ക് അല്ലല്ലോ. ഇത് അല്ല, ഇത് നല്ല കമന്റ് വരുള്ളൂ. അങ്ങനെ എന്തേലും മോശം വന്നാൽ ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്യാം. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ എന്തായാലും ഡിലീറ്റ് ചെയ്യാം. അല്ല, എന്തായാലും അങ്ങനെ അല്ല, മോശമായിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. അതല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് പ്രാങ്കോ കാര്യങ്ങളൊന്നും അല്ല, വേറെ ഒന്നുമില്ല അതിൽ. അല്ല എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്തോളാം, ഒരു കുഴപ്പമില്ല. അതല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇല്ല, ഇത്രയും സുന്ദരിയായിട്ട് വന്നിട്ട് ഒരു കുഴപ്പമില്ല. അതിലൊരു വാർഡായിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. എന്തേലും വന്നെങ്കിൽ പറഞ്ഞോ, ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. റോസപ്പൂ വേണോ? അപ്പോൾ 3 പേര് പറഞ്ഞില്ല. ഇനിയില്ല കേട്ടോ, പേരെന്താ? അല്ല, റോസാപ്പൂ മേടിച്ചാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ചാനൽ ചെക്ക് ചെയ്യണേ, വീഡിയോ വരും. ഓക്കെ, വൈറലായ ഞാൻ വന്ന് കണ്ടോളാം. ഇതിവിടെ തന്നെ. അതല്ല, ചെലവ് ട്രീറ്റ് എവിടെയാണ് പഠിക്കുന്നത്? ഇവിടെയാണോ പഠിക്കുന്നത്? അതിനേക്കാളും നല്ല മന്തി ഇവിടുത്തെ അൽഷബേലെ. ഇതിൻ്റെ പുറകിൽ ഈ അബാദില്ലേ? നിങ്ങളുടെ വീട് എവിടെയാ? ഇവിടെ തന്നെ, കൊച്ചി തന്നെ. ആ, ഞാനിവിടെ അല്ല, എൻ്റെ വീട് കാസർഗോഡാണ്. ഞാൻ ആദ്യം ഒരു റൗണ്ട് ഇങ്ങോട്ട് വന്നു, പിന്നെ ഇവിടെ നിൽക്കാൻ പേടി എനിക്ക്. ഞാൻ ഇതൊരു പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് കണ്ടന്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ചെയ്തു, അത്യാവശ്യം വൈറലായിരുന്നു ഇൻസ്റ്റയിൽ. ഇനിയിപ്പോൾ നിങ്ങൾ 3 പേരും വൈറലായിക്കോളും. കേസൊന്നും കൊണ്ടേ കൊടുത്തേക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ. എന്നാലും എങ്ങനെ ഇങ്ങനെ സിംഗിളായിട്ട് നടക്കാൻ പറ്റുന്നു? ഇത്രയും ലുക്കും വെച്ച് എങ്ങനെ സിംഗിളായിട്ട് നടക്കാൻ പറ്റുന്നതെന്ന്. ഓക്കെ, ബൈ. അയ്യോ ഗൈസ്, അവർക്ക് താല്പര്യമില്ലെങ്കിൽ വീഡിയോ ഇടുന്നില്ല. പിന്നെ കുട്ടി നൈസാണ്, കൊള്ളാം, നൈസാണ് കുട്ടി, ഇഷ്ടപ്പെട്ട്. മീൻസ് സാരി കൂടെ നല്ല ലുക്കാണല്ലോ. ഗൈസ്, പൂ തീർന്നു. ഇതാണ് ഞാൻ സിംഗിളായിട്ടുള്ള ആരെങ്കിലും തേടി കണ്ടുപിടിക്കുന്നത്. അതാകുമ്പോൾ ഒരാൾക്ക് പൂ കൊടുത്താൽ മതി. ഇത് സംസാരിച്ച് എല്ലാവർക്കും പൂ കൊടുത്തു. ഇനി എന്ത് ചെയ്യും നമ്മൾ? ഇനി വല്ല ഡയറി മിൽക്കും വാങ്ങിയാലോ? പക്ഷേ വാലന്റൈൻസ് ഡേ ആയിട്ട് ഡയറി മിൽക്ക് വാങ്ങുന്നത് റോസ് തന്നെ വേണം. ആയിക്കോട്ടെ. പക്ഷെ കേസ് കൊടുക്കുന്ന പറഞ്ഞ വെച്ച് അവള് കുറച്ചും കൂടി പൊളിയാണ്. കുഴപ്പമില്ല. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് വീഡിയോനെ പറ്റി കമൻറ്റ് ഇടുക കേട്ടോ ഗൈസ്. നല്ല കമൻറ്റ് ഇടണം, ഇല്ലെങ്കിൽ അവളെ കൊണ്ടുപോയി പോലീസിൽ കേസ് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങാനും കേസ് കൊടുത്താൽ ഞാൻ കൊടുക്കും ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഓക്കെ.
സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇനിയും വരും അടിപൊളി വീഡിയോസ്. ഓക്കെ, ബൈ.